നമസ്കാരം. എൻ്റെ പേര് വിനയ് കൃഷ്ണൻ. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. പലസ്ട്ര പെർഫോമൻസ് ആൻഡ് റീഹാബ്, പലസ്ട്ര മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എന്ന 2 സ്ഥാപനങ്ങളുടെ പാർട്ട്ണറാണ്. കഴിഞ്ഞ 20 വർഷമായി ഫിസിയോതെറാപ്പി ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്യണം, എന്തിനൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു കേസ് എടുക്കാം. പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ ഫിസിയോതെറാപ്പി ഇപ്പോൾ ഒരുപാട് കൂടുതലായി വരുന്നുണ്ട്. പ്രസവം കഴിഞ്ഞ് പല ആൾക്കാർക്കും നടുവേദന വരാറുണ്ട്. അത് നമുക്ക് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ വ്യായാമത്തിൽ മാറ്റാമോ, അല്ലെങ്കിൽ നമുക്ക് ഇവരെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകാമോ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം കുറച്ച് സംസാരിക്കാം. പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ ഫിസിയോതെറാപ്പി വളരെ 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 കൂടുതൽ ഇമ്പോർട്ടൻസ് നേടി വരികയാണ് ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ. ഗർഭകാലം ശരീരത്തിൽ വളരെയധികം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ സമയത്ത് നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ 10 മാസം വളരെ അവരുടെ ശരീരം ഒരുപാട് ട്രാൻസ്ഫോം ആവുകയും അവരുടെ പേശികൾക്ക് ബലക്കുറവ് സംഭവിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രീനേറ്റൽ, അതായത് പ്രസവത്തിന് മുമ്പേയും പോസ്റ്റ്നേറ്റൽ, അതായത് പ്രസവശേഷവും നമുക്ക് വ്യായാമം ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഒരുപാട് മസിൽസ് സ്ട്രെച്ച് ആയിരിക്കുന്നത് കാരണവും പല സ്ത്രീകൾ ഇപ്പോൾ ഒരുപാട് റെസ്റ്റ് എടുക്കുന്നത് കാരണവും പേശികൾക്ക് വളരെയധികം ബലക്കുറവ് വരുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രീനേറ്റലായിട്ട് നമുക്ക് പ്രസവത്തിന് മുമ്പേ തന്നെ നമുക്ക് കുറച്ച് വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രസവത്തിൻ്റെ തന്നെ അത് ഹെൽപ്പ് ചെയ്യും. പോസ്റ്റ്നേറ്റൽ, നമ്മൾ പ്രസവം കഴിഞ്ഞാൽ ഇത്ര മാസം കഴിഞ്ഞാൽ നമുക്ക് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന നടുവേദനകളും അല്ലാതെ കാലുവേദന, കൈവേദന, ഷോൾഡർ പെയിന്, റിസ്റ്റ് പെയിന് മുതലായ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇതിനൊരു മാറ്റം വരികയും ചെയ്യാം. ഡെഫിനറ്റായിട്ടും നമുക്ക് വ്യായാമങ്ങളിൽ കൂടെ ഈ വേദനകളെല്ലാം നമുക്ക് വളരെയധികം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് നമുക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് നമുക്ക് ഒരു അഡ്വൈസ് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ്. എന്തുകൊണ്ട് നടുവേദന വരുന്നു, ഈ പ്രസവം കഴിഞ്ഞ് എന്തുകൊണ്ട് കൂടുതലായിട്ട് നടുവേദന വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേര് പറയുന്നതാണ് നമ്മുടെ കാലിലേക്ക് വേദന പോകുന്നു, മുട്ട് വരെ വേദന പോകുന്നു, കാലിലേക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നു, ഉപ്പൂറ്റി വരെ റേഡിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ. നമ്മുടെ ബാക്ക് മസിൽസും അല്ലെങ്കിൽ നമ്മുടെ കോർ മസിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വയറിലെ 6 പാക്ക് പോലെയുള്ള ആ മസിൽ മാത്രമല്ല, നമ്മുടെ റിബ്സിൻ്റെയും ഇളിക്കൂടിൻ്റെയും പെൽവിസിൻ്റെയും ഇടയിലുള്ള എല്ലാ പേശികൾക്കും കുറച്ച് ബലക്കുറവ് വരുന്നു. ഇതിന് സംബന്ധിച്ച് ബാക്കിലുള്ള നമ്മുടെ ബട്ടക്സിലുള്ള ഗ്ലൂട്ട്സ് മസിൽ എന്ന് പറയുന്ന ആ മസിൽസിനും വീക്ക്നെസ് ഉണ്ടാകുന്നു. ഇതുകൊണ്ട് നമ്മുടെ ആ ബാക്കിൽ കൂടെ പോകുന്ന സയാറ്റിക് നെർവിന് ചെറിയ കംപ്രഷൻ ഉണ്ടാകുന്നു. ഈ കംപ്രഷനിൽ കൂടെ ഒരു പ്യുവറായിട്ടുള്ള സയാറ്റിക്ക തന്നെ വരണം എന്നില്ല. പക്ഷേ സ്യൂഡോ സയാറ്റിക്ക പോലെ അല്ലെങ്കിൽ പൈറിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അത് പ്യുവറായിട്ടുള്ള സയാറ്റിക്കയല്ല, പ്യുവറായിട്ടുള്ള ഒരു നെർവ് കംപ്രഷനല്ല. അത് നമുക്ക് ഡെഫിനറ്റായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. കറക്റ്റായിട്ടുള്ള വ്യായാമങ്ങളും പേശിയെ ശക്തിപ്പെടുത്തുന്നതിലും കൂടെ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്.